വഴി മാറ്റി എന്നെ ഇന്തോനേഷ്യ ജപ്പാൻ എന്ന രാജ്യം പിടിച്ച ഒരു സമയമുണ്ട്. ജപ്പാൻ്റെ അധീനതയിലായി ഇന്തോനേഷ്യയിലുള്ള സുവിശേഷ വേലക്കാരെ അവർ തെരഞ്ഞുപിടിക്കാൻ ശ്രമം ആരംഭിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ വിദേശത്ത് നിന്ന് വന്ന് മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ജോണി മെൽറ്റസർ എന്ന മിഷൻ ലീഡറെ ജപ്പാൻ സൈന്യം പിടിച്ചു. അവർ ഉണ്ടാക്കിയ കോടതിയിൽ ഇദ്ദേഹത്തെ ഹാജരാക്കി മരണശിക്ഷയ്ക്ക് വിധിച്ചു. കടുങ്കൈയായിപ്പോയി അത്. പക്ഷേ ആ മരണശിക്ഷയ്ക്ക് വേണ്ടി അതേ കോടതിയിൽ ദിവസങ്ങൾക്ക് ശേഷം ഹാജരായ ജോണി മെൽറ്റസറിൻ്റെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായി. ആ സമയത്ത് ജോണിയോട് ഈ ജഡ്ജി നീ മരിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ജഡ്ജിയോട് അദ്ദേഹം പറഞ്ഞു, സാർ ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചോട്ടെ. അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു പ്രാർത്ഥിച്ചു കൊള്ളാൻ. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറായി, അങ്ങ് എന്നെ വധശിക്ഷയ്ക്ക് ആ ശിക്ഷ നടപ്പിലാക്കുവാൻ ഉള്ള നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിച്ചാലും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ജോണി നിനക്ക് മരിക്കാൻ പേടിയില്ലേ? അപ്പോൾ ജോണി അദ്ദേഹത്തോട് പറഞ്ഞു, സാർ അങ്ങയുടെ കൈത്തലമെടുത്ത് എൻ്റെ മാർവിടത്തിൽ വയ്ക്കുക. എൻ്റെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി എൻ്റെ സമീപത്ത് നിൽക്കുന്ന ആരാച്ചാരുടെ നെഞ്ചിലും അങ്ങയുടെ കൈത്തലം വയ്ക്കുക. ആരുടെ നെഞ്ചിടിപ്പാണ് കൂടുതൽ, ആരാണ് കൂടുതൽ ഭയപ്പെട്ടിരിക്കുന്ന അങ്ങേക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. കാരണം ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ കൊല്ലാൻ കഴിയാത്തവരെ ഭയപ്പെടരുതെന്ന് എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതം ഭയം നിറഞ്ഞ ഒന്നായി മാറുമ്പോൾ ആ ഭയത്തിൽ നിന്നുള്ള ഒരു വിടുതൽ നമുക്ക് സാധ്യമാകുമെങ്കിൽ നമ്മൾ ഏറ്റവും അനുഗ്രഹീതരാണ്. ജീവിതത്തിൻ്റെ ദൈനംദിന വിഷയങ്ങളെക്കുറിച്ചുള്ള ഭയം, അതുപോലെ രോഗത്തെക്കുറിച്ചുള്ള ആകുലതകൾ, അങ്ങനെ വ്യത്യസ്ത നിലകളിൽ ഭയം നമ്മളിൽ കൊണ്ടുവരുവാൻ സാത്താന്യ ശക്തികൾ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഭയരഹിതമായ ഒരു ജീവിതം നയിക്കുവാൻ ജോണി മെൽറ്റസറിനെ പോലെ നമ്മെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ എൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ഭയരഹിതമായൊരു ജീവിതം നയിക്കുവാൻ, ക്രിസ്തു കേന്ദ്രീകൃതമായി ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുടമകളായി ഓരോരുത്തരും മാറുവാൻ ഇടയാക്കണമേ. ആമേൻ.